ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കില്ലായ്മ, ഉറക്ക കുറവ്. അത് അധികം ആൾക്കാരും ഇപ്പോഴത്തെ ഇതിൽ വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം ഉറങ്ങുക, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഇതൊക്കെയാണ്. അതായത് ഇപ്പോഴത്തെ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ആൾക്കാരുടെ ലോഞ്ചിവിറ്റി, എത്ര കൊല്ലം ജീവിക്കുക, ആയുസ് എന്ന് പറയില്ല നമ്മൾ, ഈ ആയുസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഉറക്കമാണ്. മിനിമം 7 to 8 hours ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ്. സന്തോഷം, ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഈ ലാഫ്, ഈ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് സന്തോഷിക്കുക, ചിരിക്കുക, ഈ ചിരിക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നല്ല കുടുംബ ബന്ധം ഉണ്ടാക്കുക, ഇതൊക്കെ ഹാർട്ട് അറ്റാക്കിനെ തടുക്കാൻ, അഥവാ ഹാർട്ട് അറ്റാക്കിനെ നമ്മൾ പ്രതിരോധിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട്, നമ്മൾ അറിയാത്ത ഫാക്ടറാണ് ഇത്. വലിയ വലിയ ഫാക്ടറൊന്നുമല്ല, നമ്മൾ വിചാരിക്കണ പോലെ വലിയൊരു ഷുഗർ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വലിയൊരു അസുഖം വന്നിട്ട് വരുന്നതല്ല. ഈ പല ആൾക്കാർക്കും ഈ സ്ട്രെസ് ഡീസ്ട്രെസ് ചെയ്യുമ്പോൾ നല്ല ഉന്മേഷവാനായി കണ്ടു കഴിഞ്ഞാൽ, വളരെ ചെയർഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ, വളരെ ഹാപ്പിയായി കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഹോർമോൺ ലെവൽ കുറയുകയും ഈ പ്ലാക്ക് റപ്ചർ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഈ സ്ട്രെസ്സുള്ള സമയത്ത്, അഥവാ വേറെ ചില ആക്ടിവിറ്റീസുള്ള സമയത്ത് ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലഡ് വെസൽ സ്പാസത്തിൽ പോകും. സ്പാസത്തിൽ പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. ഈ സ്പാസത്തിൽ പോവാതിരിക്കണമെങ്കിൽ വാസോ ഡയലറ്റേഷൻ എന്ന് പറയും. ബ്ലഡ് വെസൽ റിലാക്സ് ചെയ്യണം. നമ്മൾ റിലാക്സേഷൻ ടെക്നിക്കിൽ കൊണ്ടുവരണം. നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യണം. മെഡിറ്റേഷൻ, മൈൻഡ് റിലാക്സേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹാർട്ട് റിലാക്സ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്ക്, സഡൻ കാർഡിയക് ഡെത്ത് ഇല്ലാതിരിക്കാനും.